നമ്മൾ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് പെർമിറ്റൊക്കെ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ നിൽക്കണം. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ കവരത്തി പോലീസ് സ്റ്റേഷൻ. നമ്മളിവിടെയാണ് വന്നിട്ടുള്ളത്, കവരത്തി പോലീസ് സ്റ്റേഷൻ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളുടെ ഓൾറെഡി വന്ന സമയത്ത് രജിസ്റ്റർ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഹെലിപ്പാഡിലോട്ടാണ്. ഞാൻ അവിടെ നിന്ന് കാണാം. ഇതാണ് ലക്ഷദ്വീപിലെ ഒരേ ഒരു ഫയർ സ്റ്റേഷൻ. ഒരു ഫയർ സ്റ്റേഷനേ ഉള്ളൂ, എല്ലാം ഒന്നേ ഉള്ളൂ. ഇത് ഫയർ സ്റ്റേഷൻ. ഇവിടുത്തെ അവിടെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അവിടെയൊക്കെ ഹെലിപ്പാഡ്, നമ്മൾ അനാർക്കലി സിനിമയിലൊക്കെ കാണുന്ന ഹെലിപ്പാഡ്. ശരിക്കും നല്ല രസമുണ്ട്. കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു ഹെലികോപ്റ്റർ, ഞങ്ങൾ എത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഒരു ഹെലികോപ്റ്റർ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഇവാക്വേഷൻ ഉണ്ടായിട്ട് കാണാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇതിലാക്കി ഇട്ടേക്കുന്ന, അത് നമുക്ക് അകത്തേക്ക് കയറാൻ കഴിയില്ല. ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ ഇതിനുള്ളിലൂടെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ജന നമുക്ക് അങ്ങോട്ടല്ലോടല്ലോ. നമ്മൾ ഇവിടെ അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമുക്ക് ഇതിനവിടെയാണ് ഹെലിപ്പാഡ്. നമുക്ക് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ്, നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ നിന്നിട്ട് കാണാം. അതിനപ്പുറത്ത് ബീച്ച് അല്ലേ, അവിടെ കടൽ, ഇവിടെ ഹെലിപ്പാഡ്. ഇത് ആ ഒരു ഏരിയയിൽ ഹെലിപ്പാഡ് വരും. അതിനപ്പുറത്ത് ബീച്ച്. നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാം. ഹെലിപ്പാഡ് നമ്മൾ കണ്ടു. ഇനി ഇവിടുന്ന് നല്ല വെയിൽ, ഭയങ്കര വെയിലാണ്, നല്ല വെയിൽ, രക്ഷയില്ല. നമ്മളിനി ഇവിടുന്ന് പോവാല്ലേ, ഇവിടുന്ന് ബീച്ചിൽ പോവാം. ഇനി ഇവിടുന്ന് പോവാം. നല്ല വെയിൽ, ഒരു രക്ഷയില്ല. പിന്നെ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് കാണാം. വേണ്ട, ഇതെന്താണ് മ്യൂസിയം അല്ലേ, മറീനക്കരനാൻ്റെ മ്യൂസിയം. ഷാർക്കുണ്ടോ? ഷാർക്ക് പക്ഷെ എൻ്റെ ഫോണിലൊന്നും കാണൂല. ഷാർക്ക് അത് അനങ്ങുന്നില്ലല്ലോ. ഈലി. ഇതുപോലെ കടൽപ്പാമ്പ്. കടൽപ്പാമ്പല്ല, കടൽപ്പാമ്പ് പോലത്തെ ഈലി എന്ന് പറയും. അത് ഒരു എന്താ പറയുക, കിണറല്ല, നമ്മൾ വലിയൊരു അക്വേറിയം വാർത്ത പോലെ. അക്വേറിയം വലുതാക്കി വാർത്തിട്ട് അതിൽ മീനും പായലൊക്കെ ഉണ്ട്. പായൽ, കുറേ കല്ലും മീനും ഒക്കെ. പല്ല് നോക്കാം, അതിന്റെ പല്ല് മറ്റേ മുയലിന്റെ ഒക്കെ പല്ല് മാതിരി ഉണ്ടല്ലേ. ആ വെള്ള കളറിൽ കാണുന്ന അതിന്റെ പല്ലാണ്. അതൊരു മീനല്ലേ. നിങ്ങൾ തൃശ്ശൂർന്ന് വരണേ കാണാൻ വേണ്ടിട്ട്. എന്ത് മീനാന്നറിയില്ല, പക്ഷെ ഇത് വെറൈറ്റി ഒരു പേരെഴുതി വെക്കായിരുന്നു. ഇവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല മീനിന്റെ. പക്ഷെ ഇതൊരു നല്ല വെറൈറ്റി ഒരു മീൻ. കണ്ട ഓറഞ്ച് കളറുണ്ട്, മഞ്ഞുണ്ടല്ലേ. ഓറഞ്ച് കളറ്, മഞ്ഞ കളറ്, പല പല കളറുണ്ട്. ഈ മീനൊക്കെ ഇത് ഗ്ലാസ് ശരിയാ. അപ്പം നമ്മൾ പറയില്ലേ കേരളത്തിലെ ദേശീയ പക്ഷി ഇന്നതാണ് എന്നൊക്കെ, അതുപോലെ ലക്ഷദ്വീപിൻ്റെതായ അറിയപ്പെടുന്ന മീനാണിത്. ലക്ഷദ്വീപിൻ്റെ മീനായിട്ട് അറിയപ്പെടുന്നത് ദേശീയ മീനാണോ എനിക്കറിയില്ല, പക്ഷെ ലക്ഷദ്വീപിൻ്റെതായ അറിയപ്പെടുന്ന മീനാണിത്. ഗായ്സ്, ഇതാണ് ഈലെന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽപ്പാമ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഉള്ളൊരു മീനാണിത്. ഈലെന്നാണ് ഇവിടെ ലക്ഷദ്വീപിൽ പറയുന്നത്.
അത് വല്ലപ്പോഴും അതൊരു ട്യൂബ് കണ്ടില്ല, ആ ട്യൂബിനകത്തായിരിക്കും ഇത് ഇരിക്കൽ. വല്ലപ്പോഴും ഇതിങ്ങനെ പുറത്തിറങ്ങുള്ളൂ. കണ്ടോ, ഇത് കണ്ടോ ഈ ഒരു സാധനം, ഇതൊരു ഓപ്പണിങ്ങാണ്. അതിലൂടെ അതിൻ്റെ ശ്വാസമൊക്കെ എടുക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അവിടെ നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറേ ഇതുപോലെ വെറൈറ്റി മീനുകളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ മീനിൻ്റെ സെക്ഷനിൽ നിന്ന് ഇറങ്ങി മീനിനെയൊക്കെ കണ്ട് ഇനി നമ്മൾ പോകുന്നത് പഴയ പുരാവസ്തുക്കളില്ലേ, അതൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. അങ്ങോട്ട് പോകും. എല്ലാം ഇതിങ്ങനെ സ്കെൽട്ടനും വെറൈറ്റി സാധനങ്ങളൊക്കെ ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഇതെല്ലാം ലഗൂൺ ഫിഷസ് ആണ് അല്ലേ. ലഗൂണ് അല്ലാത്ത ഫിഷസ് ഉണ്ട്, ലക്ഷദ്വീപിലെ ഫിഷസ് ആണ്. ഇതെല്ലാം അവര് പ്രിസർവ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം ഇവിടുത്തെ ഒതന്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. കാണിച്ചോർക്ക് ചെറിയ ബോട്ടല്ലേ, ഇത് ബോട്ട് പഴയ കാലത്തുള്ള ബോട്ടുകളൊക്കെ, അതൊക്കെ അവരിങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ. ഇതെന്താ പൂന പൊർഹി എന്തോ ഒരു സാധനമാണ് ഇത്. തെങ്ങെന്ന് കിട്ടുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന ആണല്ലേ. തെങ്ങിൽ നമ്മൾ ഈ മടലുണ്ടാവൂലേ, അതിൻ്റെ അറ്റം കണ്ട അത് മടൽ വെച്ചുണ്ടാക്കുന്ന സാധനം. ഇതെല്ലാം ഇവിടുത്തെ ഫിഷസ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോരോ ഫിഷസ്, വെറൈറ്റി ഫിഷസ്, ലക്ഷദ്വീപിൽ മാത്രം കണ്ടുവരുന്ന ഓരോ ഫിഷസ്. അതിൻ്റെ തന്നെ ഇവരുടെ സയൻറ്റിഫിക് നെയിം, അതിൻ്റെ ഫാമിലി, പോപ്പുലർ നെയിം, അതുപോലെ ഇവിടെ പറയുന്ന ലോക്കൽ നെയിം എന്താ, ഷെൻഡി അല്ലേ. പച്ചപ്പീസം. അങ്ങനെ പല വെറൈറ്റി മീനുകളുണ്ട് അല്ലേ. ഇതെല്ലാം കുറേ കൊമ്പുള്ള മീനുകൾ, സാധാ മീനുകൾ. ഇത് ഒക്ടോപ്പസ്. ഇതിനിവിടെ അപ്പൽ എന്ന് അറിയില്ലേ, ഒക്ടോപ്പസ്. ഇതൊക്കെ ഒരു വെറൈറ്റി. ഫോണിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ലല്ലോ, പക്ഷെ ഓരോരോ ഞൊള മീന്, നമ്മുടെ ആമ. ഒറിജിനലാണ് ഇതെല്ലാം, ഒറിജിനൽ സാധനങ്ങളാണ്, ഒറിജിനൽ മീനുകൾ. ഇതൊക്കെ അതിൻ്റെ അങ്ങനെ സെക്ഷനുകൾ. ഇത് കാണിച്ചത് ഇതൊരു ടൈപ്പ് മീനല്ലേ, കടൽപ്പാമ്പ് പോലത്തെ, കടൽപ്പാമ്പ് പോലെയുള്ള ഒരു ടൈപ്പ് മീൻ. കണ്ട ശരിക്കും പാമ്പിനെ മാതിരി. ഇത് അതിന്റെ വലുത്, അത് ഈലാണ്. ജെയിന്റ് ഈൽ. ഇത് തെരണ്ടി, നമ്മുടെ തെരണ്ടി, അതിന്റെ വെറൈറ്റി തെരണ്ടി. അതൊക്കെ ഓരോ ടൈപ്പ് മീൻ. പിന്നെ ഇത് പണ്ട് ഇവിടെ വന്ന് അടിഞ്ഞ ഒരു തിമിംഗലത്തിന്റെ സ്കെൽട്ടൺ ആണ്, ഒറിജിനൽ. പണ്ട് ഇവിടെ വന്ന് ചത്തടിഞ്ഞത് ഒറിജിനൽ സ്കെൽട്ടൺ. അത് കല്ലൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ടല്ലേ, വലുത്. നല്ല ഏകദേശം നല്ല വലുപ്പമുണ്ടല്ലേ. പക്ഷെ ഇത് കുഞ്ഞാണ് ഇതിന്റെ, കുഞ്ഞതാണ്, ചെറുതാണ്. ഇതെല്ലാം ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ അവർ റീമേക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്താണെന്നറിയോ, ജഹാദോണി എന്ന് പറയും. ഇത് മിനിക്കോ ഐലൻഡിൽ ഒരു ഫെസ്റ്റിവൽ തന്നെ ഉണ്ട് ഇതിന്റെ. ഇങ്ങനെ നമ്മൾ നിങ്ങളവിടെ വള്ളംകളി ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സംഭവം. റേസ് ബോട്ട്. യെസ്, വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന. ഇതേണ്ട ഫെസ്റ്ററി മിനിക്കോ. ഇത് മിനിക്കോ ഐലൻഡിന്റെ മെയിൻ സംഭവമാണ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല അത്, ഈ ഐലൻഡില്ല, മിനിക്കോയിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ കോഴ്സ് അല്ലേ. യെസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കോഴ്സ് ഐറ്റംസ്. പല വെറൈറ്റി. ഇത് ഒരു 100 അല്ല, അതിൽ കൂടുതലുണ്ടാവും. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. കുറേയൊക്കെ നമ്മൾ കണ്ടതും കുറേ എനിക്കൊന്ന് മോസ്റ്റ്ലി കാണാത്ത ഐറ്റംസാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അല്ല, ഇതിൻ്റെയൊക്കെ പേരും ഒക്കെ ഇവിടെ ലോക്കൽ നെയിം കൗപ്പി അങ്ങനെ ലോക്കൽ നെയിം എല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ക്രാബ്സ്. ഇതാണ് ഇവിടുത്തെ ക്രാബ്സ്. ഇതൊക്കെ ജീവനുള്ള ചത്തതല്ലേ, ജീവനുള്ള ക്രാബൊക്കെ ചത്തുപോയത്. പല വെറൈറ്റി നോക്കിയാൽ ഇതൊക്കെ മറ്റേ ലോബ്സ്റ്റർ ചത്തുപോയ ഐറ്റംസ് ഒക്കെ നല്ല നല്ല രസമുണ്ട്. വലുതും ചെറുതും ഒക്കെ അല്ലേ, പല വെറൈറ്റി മോഡൽ ക്രാബൊക്കെ. ഇതാണ് കവരത്തിയിലെ ബോട്ട് അല്ലേ. യെസ്, ഇത് കവരത്തിയിലെ ബോട്ട്. ചെറുതൊരു മോഡലാക്കി വെച്ചേക്കുന്നു. ഇവിടെ കവരത്തി നല്ല രസമുണ്ട്. ഇതിലായിരിക്കും മീൻ പിടിക്കാൻ പോകുന്നത്. ഫിഷിംഗ് ബോട്ടായത്. ഫിഷിംഗ് ബോട്ട്. ഇതൊക്കെ ഈ നമ്മുടെ കടലിന്റെ അടിയിലുള്ള കോറൽസ് ഇല്ലേ,
കോറൽസ് ഈ കോറൽസ് ഒക്കെ ഇതിന്റെ വെറൈറ്റി അവിടെ ഉണ്ട്, അവിടെ നിന്ന് എടുക്കാം. ഇതൊക്കെ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ പോകുമ്പോൾ കാണും. ഗ്ലാസ് ബോട്ടിൽ മോഡൽ അതിൻ്റെയൊക്കെ പല വെറൈറ്റികളാണ്. ഡിസൈനിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഇതെന്തെങ്കിലും ഇതൊരു ടൈപ്പ് മീൻ കണ്ടാലും പക്ഷെ കല്ല് പോലെ തോന്നുന്നു, പക്ഷെ മീനാണത്. ഇവിടെ ഒരു ഒക്ടോപ്പസിനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇത് ഫിക്സ് ആണ്, അനക്കാന്ന് പറ്റും. ഇവിടെയൊക്കെ ഓരോരോ ഫിഷും അതിന്റെ പടം വരച്ചിട്ട് എന്താണെന്നുള്ളത് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിഷ് ടൈപ്പുകൾ ഇത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടിരുന്നല്ലേ. ഇതെന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സുകളാണ്. അതെല്ലാം അവർ ഇതുപോലെ വെച്ചേക്കിട്ട് കണ്ടു. മിനിക്കോയ് ദ്വീപിലെ സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സാണ് അല്ലേ? ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ? മിനിക്കോയ്ക്ക് ഇപ്പോഴും സ്പെഷ്യൽ ഡ്രസ്സ് ഉണ്ട് അവർക്കായിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പോലെ അല്ല അവരുടേത്. അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സ് ഇത്. അതൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. ബോക്സ് ചെണ്ട, അത് ചിരവയാണിത്. ഇത് അത് ചിരവ. കാണുന്നത് ചിരവ. ഇത് മറ്റേ കടയുന്ന സാധനം തോന്നല്ലേ? അതിന്റെ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇങ്ങനെ നമ്മളിങ്ങനെ കടയാൻ ഉപയോഗിക്കുന്ന സാധനം ഇതൊക്കെ ചിരട്ട കൊണ്ടുള്ളത്. ഇത് ഷെല്ല് കൊണ്ട് അവർ പല വെറൈറ്റി പല പല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഷെല്ല് ഉപയോഗിച്ചിട്ട്. ചെറിയ നമ്മൾ കടലിൽ നിന്ന് കിട്ടുന്ന ഷെല്ല് ഉപയോഗിച്ച് പല സാധനങ്ങൾ കണ്ടോ. ഒരു പക്ഷി, മുയൽ, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ അവരുടെ ബോണ്, വലിയ മീനുകളുടെയൊക്കെ ബോണ്. പിന്നെ ഇത് ചെറിയ ചെറിയ കോറൽസ് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് പല ഷേപ്പ് ഉണ്ടാവും, വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത് പല പല ഷേപ്പിൽ. ഇത് ഒന്നും റിപ്പീറ്റഡ് വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓരോ സാധനം എല്ലാം ഡിഫറെൻ്റ്. ഒരു സാധനം അത് ചെറുതായി ഉണ്ടായി അത് വലുതാവുന്നത് വരെ ഉള്ളത് കറക്റ്റ്. ഈ സംഭവമൊക്കെ നമുക്ക് ഈ ലോ ടൈഡ് ആവൂലേ, കടല് വറ്റുന്ന ടൈം, അതിൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങളാണ്. ഇത് അവിടെ നമ്മൾ കണ്ട കോറൽസിന്റെ പല ടൈപ്പ്. വെള്ള കളർ ഇത് ആക്ച്വലി ഇത് പൊടിഞ്ഞിട്ടാണ് ഈ വെള്ള മണ്ണിലടിയും. അതാണ് നമ്മൾ ഇവിടുത്തെ ദ്വീപുകളിൽ, ഇവിടുത്തെ കടലുകൾ വെള്ള കളർ മണൽ കാണുന്നത്. ഈ കോറൽസ് ഒക്കെ പൊടിയും. ആ പൊടിയാണ് ഈ വെള്ള കളർ മണ്ണ് വരാൻ കാരണം. ഇത്രയുണ്ടല്ലേ, നമുക്ക് വേറില്ലല്ലോ. ഇത്രയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം.